ഒരു പ്രവാചകൻ ഒരു ഗോത്രത്തിൽ ചെന്നിട്ട് ആ ഗോത്രത്തിന്റെ നേതാവിന്റെ കുടുംബത്തിൽ കയറിയിട്ട് ആ കുടുംബത്തിലെ ഒരു ഹസ്ബൻഡിനോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിലെ നിധിശേഖരം എവിടെയാണുള്ളത്? അങ്ങനെ ചെല്ലുന്ന വ്യക്തി എന്തിനു ചെന്നു? അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ മലയാളത്തിൽ എന്ത് പേരാണ് വിളിക്കുക? പ്രവാചകൻ എന്നാണോ വിളിക്കുക? അഷ്റഫുൽ ഖൽക്ക് എന്നാണോ വിളിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, വിശേഷ ബുദ്ധി പടച്ചവൻ തന്ന വിശേഷ ബുദ്ധി ഇല്ലേ, അതുകൊണ്ട് ചിന്തിക്കാൻ എത്ര വീഡിയോകളിൽ എത്ര തവണ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊരു തമാശയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് നിങ്ങളോട് സംവദിക്കുന്നത്. ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകനും സ്വഹാബത്തും ഒക്കെ ഇങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. അവർ ഈ തരത്തിലാണ് ഈ പറയുന്ന ഗോത്രങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. അവിടെ എവിടെയും തൗഹീദിന്റെ ശബ്ദം, തൗഹീദ് പ്രചരിപ്പിക്കുക, തൗഹീദിന്റെ സന്ദേശം എത്തിക്കുക, ഞാൻ വെറും ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു, നിങ്ങൾ ആ വിവരം അറിയിക്കാൻ വന്നതാണ് എന്നാണോ? ഇവിടെ ഒരു ഗോത്രത്തിലേക്ക് ചെന്നുകൊണ്ട് ചെയ്യാണ്. അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊന്നും അല്ല നടക്കുന്നത്. ഈ പറയുന്ന ഖൈബർ എന്ന് പറയുന്ന പ്രദേശത്ത് ആ കോട്ടകളാൽ നിബിഡമായ ആ പ്രദേശത്തേക്ക് കടന്നു ചെന്നുകൊണ്ട്, അതും പാതിരാത്രിയിൽ എത്തിയിട്ട് പിറ്റേ ദിവസം മുതൽ വെളുപ്പിന് മുതൽ തുടങ്ങുന്ന സംഭവം ഇതാണ്.